രണ്ടു തരത്തിൽ സ്വഭാവക്കാരാണ് സൂപ്പർ താരങ്ങളായ മോഹൻലാലും മമ്മൂട്ടിയും. തുറന്നടിച്ച് സംസാരിക്കുന്ന ആളാണ് മമ്മൂട്ടിയെങ്കിൽ മോഹൻലാൽ ദേഷ്യം നിയന്ത്രിക്കുന്ന ആളാണ്. അതേസമയം അടുത്തു പഴകിയ സഹപ്രവർത്തകരിൽ കൂടുതൽ പേരും പ്രശംസിച്ചിട്ടുള്ളത് മമ്മൂട്ടിയെയാണ്. കരിയറിനൊപ്പം കുടുംബത്തിനൊപ്പമുള്ള സമയത്തിനും മമ്മൂട്ടി വലിയ പ്രാധാന്യം നൽകിയിട്ടുണ്ട്. രണ്ടുപേരും കരിയറിൽ ഇന്നത്തെ നിലയിലേക്ക് ഉയരാൻ ഏറെ ത്വജയിട്ടുണ്ട്. ഇതേക്കുറിച്ച് നടൻ മണിയമ്പിള്ള രാജു പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത്. മോഹൻലാൽ സിനിമാ രംഗത്ത് പൂർണ്ണ ശ്രദ്ധ നൽകിയപ്പോൾ കുടുംബത്തിനൊപ്പമുള്ള സമയം പോലും ലഭിച്ചിരുന്നില്ല എന്ന് അദ്ദേഹം പറയുന്നു. അതേസമയം മമ്മൂട്ടി മക്കൾക്കൊപ്പമുള്ള സമയം നഷ്ടപ്പെടാതിരിക്കില്ലെന്ന് മണിയമ്പിള്ള രാജു പറയുന്നു. ഇന്ത്യൻ എക്സ്പ്രസുമായുള്ള അഭിമുഖത്തിലാണ് പരാമർശം. മമ്മൂട്ടി ഷൂട്ടിംഗ് കഴിഞ്ഞാൽ ഉടനെ വീട്ടിൽ പോകും. അല്ലെങ്കിൽ രാത്രി 10 മണിയാകുമ്പോൾ വീട്ടിൽ പോകും. മോഹൻലാൽ തുടരെ സിനിമകൾ ചെയ്യും. ഒരു പടം രാത്രി 12 മണിക്ക് തീർന്നാൽ രാവിലെ 6 മണിക്ക് വേറെ പടം തുടങ്ങും. രണ്ട് കുട്ടികൾക്കും ബോർഡിങ്ങിൽ പഠിക്കുന്നതിനാണ് മക്കളുടെ കൈ വളരുന്നതും കാൽ വളരുന്നതും ഒക്കെ പുള്ളി കണ്ടിട്ടില്ല. പുള്ളി ആ സമയത്ത് സെറ്റിലാണ്. പുള്ളി വളർന്ന് ഒരു പൊസിഷനിൽ എത്തിയപ്പോഴേക്കും അവർ വെളിരാജ്യങ്ങളിൽ പഠിക്കാൻ പോയി. പക്ഷെ മമ്മൂട്ടി അങ്ങനല്ല. എല്ലാ ദിവസവും പിള്ളേരുടെ അടുത്തേക്ക് പോകും. മോഹൻലാൽ കുടുംബമെന്ന ചിന്ത മാറ്റിവെച്ച് സിനിമയ്ക്ക് വേണ്ടി നിൽക്കുന്നതെന്നും മണിയമ്പല രാജു പറഞ്ഞു. സിനിമയെ ക്ഷീണിപ്പിക്കുന്ന ജോലിയാണ്. തുടരും സിനിമയിൽ ഞാനൊക്കെ 1, 2, 3 ദിവസം വെളുപ്പിന് 6 മണി വരെ നിന്നിട്ടുണ്ട്. മോഹൻലാൽ ഷൂട്ടിങ്ങിന് 70 ദിവസം എന്ന് പറഞ്ഞ് 100 ദിവസം ആയപ്പോഴും എത്രയോ ദിവസങ്ങൾ വെളുപ്പിന് 6 മണിക്ക് വന്ന് ഫൈറ്റ് സീൻ എടുത്ത് പോകും. സിനിമാ രംഗത്ത് ലോബികളില്ലെന്ന് മണിമ്പല്ല രാജു പറയുന്നു. മോഹൻലാലും ഞാനും ഒരേ പടത്തിൽ അഭിനയിച്ചിട്ട് 10 കൊല്ലമായി. ഇപ്പോഴാണ് തുടർന്ന് സിനിമ ചെയ്യുന്നത്. തിരുവനന്തപുരം ലോബിയാണെങ്കിൽ എന്നെ സിനിമയിലിടാൻ പുള്ളി പറഞ്ഞിട്ട് എന്തിനാണ്? മമ്മൂട്ടിക്കൊപ്പം ഒരു സിനിമ ചെയ്തിട്ട് 3, 4 കൊല്ലമായി. എന്നും വിളിക്കുന്ന ഫ്രണ്ടാണ്. ലോബിങ് എന്ന സ്വഭാവമില്ല. മാർക്കറ്റുള്ളവനെ വിളിക്കും. പക്ഷേ മട്ടാഞ്ചേരി ഗ്രൂപ്പുണ്ടെന്ന് ചിലരൊക്കെ പറയുന്നു. അത് സുഹൃത്തുക്കളുടെ ഒന്നിച്ച് താമസിക്കുന്നുള്ളതായിരിക്കാം. കഥ എഴുതുന്നവരും ക്യാമറമാരും ആക്ടേഴ്സുമെല്ലാം. ജാതിയുടെ കാര്യം എല്ലാവരും പറയും. എൻ.ടി. വാസുദേവൻ നായരാണ് മമ്മൂട്ടിയെ കൊണ്ടുവന്നത്. ഫാസിലാണ് മോഹൻലാലിനെ കൊണ്ടുവന്നത്. അതിൽ തന്നെ അത് പൊളിഞ്ഞില്ലേ? ജാതിയും മതവും ഒന്നും പ്രശ്നമല്ല. കഴിവുള്ളവരെ വിളിക്കും. തീരെ ശീലാല്യമാകാത്തവരെ പുറന്തള്ളുമെന്നും മണിയമ്പല രാജു അഭിപ്രായപ്പെട്ടു. അഭിമുഖത്തിൽ തനിക്ക് ക്യാൻസർ ബാധിച്ചതിനെക്കുറിച്ച് മണിയമ്പല രാജു സംസാരിക്കുന്നുണ്ട്. ചെവിവേദനയായിരുന്നു തുടക്കം. എം.ആർ.ഐ സ്കാനിൽ ക്യാൻസറാണെന്ന് സ്ഥിരീകരിച്ചു. 20, 30 റേഡിയേഷനും 5 കീമോയും ചെയ്തു. അതോടെ മാറി. പിന്നെ മരുന്നൊന്നുമില്ല. ക്യാൻസറാണെന്ന് കരുതി പേടിച്ചു മാറിയിട്ട് കാര്യമില്ല. പൊരുതണം. താൻ ആരോടും അസുഖം വിവരം മറച്ചു വെച്ചിട്ടില്ല. ശരീരം ക്ഷീണിച്ചതിന്റെ കാരണം ഷുഗറാണോ എന്ന് ചോദിച്ചവർ ക്യാൻസറാണെന്ന് പറഞ്ഞു. ഇതൊന്നും മറച്ചു വെക്കേണ്ടതല്ല. ഇന്ന് എല്ലാവിധ നൂതന ചികിത്സാ മരുന്നുകൾക്കും ഉണ്ടെന്നും മണിയമ്പിള്ള രാജു ചൂണ്ടിക്കാട്ടി. സിനിമാ രംഗത്ത് നിന്ന് വിളിച്ച് തനിക്ക് ധൈര്യം തന്നവരെക്കുറിച്ചും മണിയമ്പിള്ള രാജു സംസാരിച്ചു. നീ പൊരുതണം എന്ന് മമ്മൂട്ടി എന്നോട് പറഞ്ഞു. അങ്ങേക്ക് അസുഖം വന്നപ്പോഴും ഞാൻ വിളിച്ചു. എന്നോട് പറഞ്ഞത് നിങ്ങളോടും പറയുന്നു. ഫൈറ്റ് ചെയ്യണമെന്ന് പറഞ്ഞെന്നും മണിയമ്പിള്ള രാജു വ്യക്തമാക്കി.